ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാജാസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ഓഡിയോ സെഗ്മെന്റിന്റെ മറ്റൊരു ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ 036/2023 എന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യ പേപ്പറാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഓഡിയോ സെഗ്മെന്റിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യങ്ങളിലൂടെ തന്നെ പോകാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സെക്ഷൻ തന്നെയാണ് ഇത്, നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഒട്ടനവധി PYQ ചോദ്യങ്ങൾ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് നമ്മുടെ പരീക്ഷകളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇത്. കാരണം ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 5 മാർക്കെങ്കിലും ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ലഭിക്കും. നമുക്ക് ഈ ഒരു ചോദ്യ പേപ്പറിൽ കൂടുതലും SCRT-യുമായി ബന്ധപ്പെട്ട ഫാക്ട്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഒന്ന് കൃത്യമായിട്ട് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം മുതൽ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ചോദ്യം കൃത്യമായിട്ട് തന്നെ നിങ്ങൾ വായിക്കണം. കാരണം ആദ്യം ഒരു അണ്ടർലൈൻ കൊടുക്കുക. കാരണം ഇത് ആണ് ശരിയല്ലാത്തത് അല്ലെങ്കിൽ ശരിയായത്, അതാണ് നമ്മൾ കറക്റ്റായി നോക്കേണ്ടത്. ഇവിടെ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നതാണ്. 1 ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാൾ, 2 നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ബംഗാൾ, 3 ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ, 4 രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് ശരിയല്ലാത്തത് എന്ന് പറയുന്നത് 4ാമത്തതാണ്. അതായത് നമുക്ക് A ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓൺലി 4 എന്നതാണ്. നിങ്ങൾ നോക്കുക, ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്, അത് ബംഗാൾ ഭാഷയിലാണ്. നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ബംഗാൾ ഭാഷ, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ ഭാഷ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രംഗഭൂമി എന്ന് പറയുന്നത് പ്രേംചന്ദ് തന്നെയാണ്. പക്ഷേ അതെന്താണ്, അത് ബംഗാൾ ഭാഷയിലല്ല എന്ന് മനസ്സിലാക്കുക. അതേത് ഭാഷയിലാണ്? അത് ഹിന്ദിയാണ്. ഹിന്ദി ഭാഷയിലാണ് ഏത് നമ്മുടെ രംഗഭൂമി വരുന്നത്. അതുപോലെ തന്നെ പ്രേംചന്ദിന്റെ മറ്റു കൃതികൾ നോക്കിയാൽ സേവാസദൻ ഉണ്ട്. സേവാസദൻ എന്ന് പറയുന്നത് പ്രേംചന്ദിന്റെ കൃതിയാണ്. അതുപോലെ ഗോദാൻ എന്ന് പറയുന്നതും പ്രേംചന്ദിന്റെ കൃതിയാണ്. പിന്നെ പ്രേമാശ്രമം ഇത്രയും ഇദ്ദേഹത്തിന്റെ കൃതികളാണ് എന്ന് മനസ്സിലാക്കുക. രംഗഭൂമി, സേവാസദൻ, ഗോദാൻ, പ്രേമാശ്രമം ആരുടെയാണ്? പ്രേംചന്ദാണ്. പക്ഷെ ഇതെല്ലാം എന്താണ്? ഹിന്ദി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്, ഹിന്ദി ഭാഷ. ഇനി അതുപോലെ നിബന്ധമാലയുണ്ട്. നമുക്കറിയാം നിബന്ധമാല ആരാണ് രചിച്ചിരിക്കുന്നത്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. അത് മറാത്തി ഭാഷയിലാണ്. ഏതാണ് ഭാഷ? മറാത്തി ഭാഷയിലാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട്. പാഞ്ചാലി ശബദം, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് അത് തമിഴിലാണ് എഴുതിയിരിക്കുന്നത്. ആരാണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ സുബ്രഹ്മണ്യ ഭാരതിയാണ്. ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ചോദ്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, താഴെ പറയുന്നവയിൽ ഏതു പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടത്? ഓപ്ഷൻ 1 ചേരിചേരാ പ്രസ്ഥാനം, 2 സിയോണിസ്റ്റ് പ്രസ്ഥാനം, 3 ജൂത ജനകീയ പ്രസ്ഥാനം, 4 ജൂത വിമോചന പ്രസ്ഥാനം. ഇവിടെ ജൂതർക്ക് എന്നതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനും കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ചേരിചേരാ പ്രസ്ഥാനം അല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ഈ ഒരു ജൂതരുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്നതാണ്. അതായത് ഓൺലി 2 ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്, സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടതാണ്. ഓക്കെ, ഏതാണ്? സിയോണിസ്റ്റ് പ്രസ്ഥാനം. അതായത് 1-ാം ലോക മഹായുദ്ധത്തിൽ ജൂതർക്ക് നൽകിയ, അതായത് 1-ാം ലോക മഹായുദ്ധത്തിന് വേണ്ടിയിട്ട് ജൂതർ നൽകിയ ഒരു സേവനമുണ്ട്. ഈ സേവനത്തിന് പ്രത്യുപകാരമായിട്ട് പശ്ചിമേഷ്യയിൽ എന്താണ്, അവർക്ക് സ്വന്തമായി രാജ്യം അനുവദിക്കാമെന്ന് ഒരു ഉറപ്പ് കൊടുത്തു? ബ്രിട്ടീഷുകാർ ഉറപ്പ് കൊടുത്തു. അന്നത്തെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർതർ ബാൽഫർ ആണ് ഇത്തരത്തിലൊരു ഉറപ്പ് നൽകിയത്. ഈ ഒരു പ്രഖ്യാപനം, ഈ ബാൽഫറിന്റെ ഈ ഒരു പ്രഖ്യാപനം തന്നെ ബാൽഫർ പ്രഖ്യാപനം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, എന്നാൽ ജൂതർക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയോഡർ ഹെർഷൽ ആണ്. തിയോഡർ ഹെർഷൽ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ജൂതരാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. ഈ ഇസ്രയേൽ രൂപം കൊണ്ട വർഷമാണ് 1948. 1948 ഇസ്രയേൽ രൂപം കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ,
ഇസ്രയേലിന്റെ രൂപീകരണത്തോടെ അഭയാർത്ഥികളാകേണ്ടി വന്ന പലസ്തീൻകാർക്ക്, അതായത് ഇസ്രയേലിന്റെ രൂപീകരണത്തോടെ എന്ത് ചെയ്തു? പലസ്തീൻകാർ അഭയാർത്ഥികളായി. ഇവർക്കൊരു സ്വന്തമായ ഒരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ഏതാണ്? പലസ്തീൻ വിമോചന സംഘടന എന്ന് പറയും. പലസ്തീൻ വിമോചന സംഘടനയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ അവിടെ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണ്? 1 ഹിറ്റ്ലർ, 2 മുസോളിനി, 3 സ്റ്റാലിൻ, 4 മാവോസെ തുങ് എന്നിങ്ങനെയാണ് ഉത്തരം. ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ഉത്തരം എന്നാണ് കണ്ടെത്തേണ്ടത്. ഇതിലെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓൺലി 2 എന്നതാണ് ഇവിടുത്തെ ഉത്തരം. അതായത് മുസോളിനിയുടെ വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ് ആ വാക്ക്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നതാണ്. ഓക്കെ, ഇനി ഇതുപോലത്തെ പ്രധാനപ്പെട്ട കുറച്ചധികം നമ്മുടെ കോട്ടുകളുണ്ട്. അതിൽ ഒന്നിങ്ങനെയാണ്: അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ പ്രതിഷേധിച്ചില്ല. പാസ്റ്റർ മാർട്ടിൻ നിമോയിലർ എന്ന് പറയുന്ന ആളുടെ ഒരു വാക്കുകളാണ് ഈ ഒരു വാക്കെന്ന് പറയുന്നത്. മറ്റൊന്ന് മാവോസെ തുങ്ങിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടുണ്ട്. അതിങ്ങനെയാണ്: വിപ്ലവം തോക്കിൻ കുഴലിലൂടെ 100 പൂക്കൾ വിരിയട്ടെ. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ 100 പൂക്കൾ വിരിയട്ടെ. ആരാണ്? മാവോസെ തുങ്ങിന്റെ ഒരു കോട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ യുദ്ധങ്ങളുടെ എല്ലാം മാതാവ് എന്ന് സദാം ഹുസൈൻ വിശേഷിപ്പിച്ച ഒരു യുദ്ധമാണ് 1ാം ഗൾഫ് യുദ്ധം. യുദ്ധങ്ങളുടെ എല്ലാം മാതാവ് എന്നാണ് സദാം ഹുസൈൻ 1ാം ഗൾഫ് യുദ്ധത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം എന്ന് 2ാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ചത് അമേരിക്കയുടെ വുഡ്രോ വിൽസൺ ആണ്. ആരാണ്? വുഡ്രോ വിൽസൺ. ഓക്കെ, ഇതെല്ലാം നമ്മുടെ SCERT ആണ്. ഇതെല്ലാം SCERT ആണ്. കൃത്യമായി തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 3 ക്വസ്റ്റ്യനും SCERT തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. നാലാമത്തെ ഒരു ചോദ്യം എങ്ങനെയാണ്? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചേര രാജാക്കന്മാരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് 1 പതിറ്റുപത്ത്, 2 അകനാനൂറ്, 3 പുറനാനൂറ്, 4 ചിലപ്പതികാരം. ഇതിൽ ഏതാണ് ഉത്തരം എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓൺലി 1 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതായത് പതിറ്റുപത്താണ് ഇതിന്റെ ഉത്തരം. പതിറ്റുപത്താണ്. ഓക്കെ, ഇപ്പൊ സംഘകാലത്തെ പ്രധാന സാഹിത്യകൃതികളാണ് ഇതൊക്കെ. അതിൽ വരുന്നതാണ് അകനാനൂറുണ്ട്, പുറനാനൂറുണ്ട്, പതിറ്റുപത്തുണ്ട്, മധുരൈകാഞ്ചി, ചിലപ്പതികാരം, മണിമേഖല, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത് SCERT വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് അവിടെ ഒന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, അടുത്തത് 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിതമാണ്. അതായത് 11ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വംശീയവലി ചരിതമാണ്. 1 സംഘം കൃതികൾ, 2 മൂഷകവംശ മഹാകാവ്യം, 3 തുഫത്തുൽ മുജാഹിദീൻ, 4 ചിലപ്പതികാരം. ഇതിൽ ഏതാണ് 18ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓൺലി 2 ഓപ്ഷൻ ബി ആണ്. ഓൺലി 2, അതായത് മൂഷക വംശ മഹാകാവ്യമാണ്. മൂഷക വംശ മഹാകാവ്യമാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. നിങ്ങൾ നോക്കുക, ഈ മൂഷക വംശം എന്ന് പറയുന്നത് എന്താണ്? ഏഴിമല രാജാവായ നന്നന്റെ പിന്തുടർച്ചക്കാരാണ്. മൂഷക വംശ രാജാക്കന്മാർ എന്ന് പറയുന്നത് ഏഴിമല രാജാവായ നന്നന്റെ പിന്തുടർച്ചക്കാരാണ്. ഈ മൂഷക വംശത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന കൃതിയാണ് മൂഷക വംശം എന്ന് പറയുന്നത്. ആരാണ് ഈ ഒരു കൃതി? ഈ മൂഷക വംശം എന്ന് പറയുന്നത് സംസ്കൃത കാവ്യമാണ്. മൂഷക വംശം ഇതെന്താണ്? ഇത് സംസ്കൃത കൃതിയാണ് എന്ന് മനസ്സിലാക്കുക. സംസ്കൃത കൃതിയാണ്. രചിച്ചത് ആരാണ്? അതുലനാണ് രചിച്ചത്. ആരാണ്? അതുലൻ. അതുലൻ രചിച്ച ഒരു കൃതി കൂടിയാണ് മൂഷക വംശം. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, മൂഷക വംശം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ രചിച്ച ഒന്നാണ്. സംസ്കൃത കൃതിയാണ്. സംസ്കൃത കൃതിയാണ്. അതുലനാണ് രചിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുലനാണ് രചിച്ചിരിക്കുന്നത്. ശ്രീകണ്ഠൻ എന്ന ഭരണാധികാരിയുടെ ആസ്ഥാന കവിയായിരുന്നു അതുലൻ. ശ്രീകണ്ഠൻ എന്ന ഭരണാധികാരിയുടെ ആസ്ഥാന കവിയായിരുന്നു അതുലൻ എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു ഇവിടെ ബന്ധമില്ലാത്തതാണ്. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നതാണ് ഇവിടുത്തെ
ചോദ്യം. ഒന്ന്, വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921. 2, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ 1946. 3, സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്തു പത്മനാഭൻ. 4, ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ് എന്നിങ്ങനെയാണ്. അപ്പൊ ഇതിൽ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയാനുണ്ട്. ഏതാണ് പരസ്പര ബന്ധമില്ലാത്തതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇതിൽ സവർണ ജാഥ മന്നത്ത് പത്മനാഭനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ. എന്നാൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സവർണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്? വൈക്കം സത്യാഗ്രഹം. അത് ഗുരുവായൂർ സത്യാഗ്രഹമല്ല. അതുകൊണ്ട് 3 വരുന്നത് നമുക്ക് തെറ്റാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. 3 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ളത് സിയും പിന്നെ ഓൾ ഓഫ് ദി എബവ് എന്നാണ്. എന്നാൽ വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921 ആണ്, കറക്റ്റ് ആണ്. പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ 46. ഇത് രണ്ടും കറക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ 3 വരുന്ന ഓപ്ഷൻ ഇവിടെയും 1 and 2. അപ്പൊ 1 എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് കിട്ടി. അതുകൊണ്ട് 3 and 4 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായിട്ട് വരിക. ഇങ്ങനെ നമുക്ക് എന്താണ് ഡിലീറ്റ് ചെയ്തിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. 1-2 പോയിന്റ് നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഉത്തരം സവർണ ജാതിയും ക്ഷേത്രപ്രവേശന വിളംബരവുമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ക്ഷേത്രപ്രവേശന വിളംബരം എവിടെയാണ് നടന്നിരിക്കുന്നത്? അത് കൊച്ചിയാണോ? അല്ല. അപ്പൊ അതാണ് ഇവിടുത്തെ തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. ഓക്കെ. സവർണ ജാഥ സംഘടിപ്പിക്കാൻ മന്നത്ത് പത്മനാഭൻ നിർദ്ദേശിച്ചത് മഹാത്മാഗാന്ധിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം ചോദിച്ചാൽ തിരുവനന്തപുരത്ത് 1936 നവംബർ 12-നാണ്. നവംബർ 12. അത് മലബാറിലാണെങ്കിൽ 1947 ജൂൺ 2 അതുപോലെ കൊച്ചിയിലാണെങ്കിൽ 1947 നമുക്ക് ഡിസംബർ 20 എന്നിങ്ങനെയാണ്. ഓക്കെ. ഇതാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ഓക്കെ. ഈ 3 കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഒരു ചോദ്യത്തിൽ 7ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇങ്ങനെയാണ്: താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുക. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് എന്താണ്? തെരഞ്ഞെടുത്ത് എഴുതുക. 1, ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. 2, ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണ്. 3, ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം. 4, ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. ഇതാണ് 4 നമ്മുടെ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. ഈ പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ. 4 ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം 4 ഓപ്ഷൻ. ഇതിൽ ഓപ്ഷൻ എ ആണ് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ, അതായത് 2ഉം 4ഉമാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ വേണ്ടി സാധിക്കും ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം എന്ന് പറയുന്നത്. തെറ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ജലഗതാഗതമാണത്. ജലഗതാഗതമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് 3ാമത്തെ ഓപ്ഷൻ നമുക്ക് എന്താണ്? ഡിലീറ്റ് ചെയ്യാം. അപ്പൊ 3 വരുന്ന ഓപ്ഷൻ ആണ് സി വരുന്നുണ്ട്. ഓൾ ഓഫ് ദി എബവ്. അത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെയുള്ളത് 1ഉം 2ഉം 4ഉം ആണ്. അതായത് ഓപ്ഷൻ എയും ബിയും. അതിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ 1, ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണ്. അപ്പൊ ദേശീയപാതകൾ അവിടെ വരുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് എന്താ 1 എന്നുള്ളത് കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓപ്ഷൻ ബിയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഓപ്ഷൻ എ എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയും നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താം. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണ ചുമതല ആർക്കാണ്? അന്താരാഷ്ട്ര അതിർത്തി പ്രദേശം. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാന്റെ ഈ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ, യുദ്ധസന്നാഹമായ ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഇത്തരത്തിലൊരു ചോദ്യത്തിന് ഒരു പ്രസക്തിയുണ്ട്. അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണ ചുമതല ആർക്കാണ്? അത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആണ്. BRO എന്ന് പറയും. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. 1960കളിലാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. ഇവർക്കാണ് അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണ ചുമതല. അതുപോലെ ദേശീയപാതകളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന ഹൈവേകളുടെ നിർവഹണ ചുമതല സംസ്ഥാന സർക്കാരും.
ഇനി ജില്ലാ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും അത് ജില്ലാ പഞ്ചായത്തിനാണ്. ജില്ലാ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ജില്ലാ പഞ്ചായത്ത്. എന്നാൽ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുമാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ഒരു ചോദ്യത്തിലേക്ക്, എട്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അതായത് വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ ഈ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് യോജിച്ച വസ്തുത ഏതൊക്കെയാണെന്ന്: ഒന്ന്, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം. 2, മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശം. 3, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. 4, ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇതിലേതാണ് യോജിച്ച വസ്തുത എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് യോജിച്ച വസ്തുക്കൾ? ഇതില് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ 1, 2 and 3 ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഇത് ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്നത് ഇതുമായി യോജിക്കാത്ത ഒരു പ്രസ്താവനയാണ് എന്ന് മനസ്സിലാക്കുക. കാരണം ഇന്ത്യയുടെ ധാന്യപുര എന്ന് പറയുന്നത് ഉത്തര മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഉത്തര മഹാസമതലവുമായിട്ടാണ് ഈ ധാന്യപുര ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇത് ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ടല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. അതുപോലെ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന ചോദിച്ചാൽ അത് പഞ്ചാബാണ്. പഞ്ചാബ് സംസ്ഥാനത്തെയാണ് നമ്മൾ ഇന്ത്യയുടെ ധാന്യ കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി, അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയായി യോജിക്കുന്ന പ്രസ്താവനയാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കപ്പെടുന്നു എന്നുകൂടി അവിടെ മനസ്സിലാക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴയതും വലുതുമായ ഭൂപ്രദേശമാണ് ഉപദ്വീപിയൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുക ആ പോയിന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴയതും വലുതുമായ ഭൂപ്രദേശമാണ് ഉപദ്വീപിയൻ പീഠഭൂമി. പ്രാചീന വൻകരയായ ഗോണ്ട്വാന ലാൻഡിൽ നിന്നും അടർന്നു മാറിയ ഭൂവിഭാഗമാണ് ഉപദ്വീപിയൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ ഉപദ്വീപിയൻ പീഠഭൂമിയെ മധ്യ ഉന്നത തടം, അതായത് വടക്ക് മധ്യ ഉന്നത തടം എന്നും തെക്ക് ഡെക്കാൻ പീഠഭൂമി എന്നും രണ്ടായി തിരിക്കുന്നുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു കാര്യങ്ങളോട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിന്റെ കൂടെ പഠിച്ചിട്ട് പോവുക. അടുത്തത് 9ാമത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഒരു അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ് ഉണ്ട്, കൽക്കരി ഉണ്ട്, ബസാൾട്ട് ഉണ്ട്, ഗാബ്രോ. അതായത് 4 ഓപ്ഷനുകളിൽ ഏതാണ് ശരിയെന്നാണ്. ഗ്രാനൈറ്റ്, കൽക്കരി, ബസാൾട്ട്, ഗാബ്രോ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് അവസാദ ശിലയുടെ ഉദാഹരണം? നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. കൽക്കരിയാണ് അവസാദ ശിലകളുടെ ഉറവിടം എന്ന് പറയുന്നത്. അതാണ് കൽക്കരിയാണ് ഇതിന്റെ ഉറവിടം. നമുക്കറിയാം കൽക്കരി, പെട്രോളിയം, ചോക്ക്. കൽക്കരി, അതുപോലെ തന്നെ പെട്രോളിയം, ചോക്ക്, അതുപോലെ ചുണ്ണാമ്പ് കല്ല്, നമ്മുടെ ചുണ്ണാമ്പ് കല്ല് എന്നിവയൊക്കെ ഏതിനാണ്? അവസാദ ശിലയ്ക്കുള്ള ഉദാഹരണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. കൽക്കരി ഉണ്ട്, പെട്രോളിയം ഉണ്ട്, ചോക്ക് ഉണ്ട്, ചുണ്ണാമ്പ് കല്ലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ആഗ്നേയ ശിലകളുടെ ഉദാഹരണം ചോദിച്ചാൽ അത് ഇങ്ങനെയാണ്: ബസാൾട്ട്, അതുപോലെ ബസാൾട്ട് വരും, ഗ്രാനൈറ്റ് വരുന്നുണ്ട്, അതുപോലെ ഗാബ്രോ. ഈ തന്നിരിക്കുന്ന 3ഉം എന്താണ്? ആഗ്നേയ ശിലകളുടെ ഉദാഹരണങ്ങളാണ്. അതായത് ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, ബസാൾട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഗാബ്രോ എന്നിവ ആഗ്നേയ ശിലകളുടെ ഉദാഹരണങ്ങളാണ്. ഇതിൽ കൽക്കരി മാത്രമാണ് അവസാദ ശിലയ്ക്കുള്ള ഉദാഹരണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൽക്കരിയും പെട്രോളിയം, ചോക്കും, ചുണ്ണാമ്പ് കല്ലും അവസാദ ശിലയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയാകും. ഈ അവസാദങ്ങൾ പാളിയായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് ഉറച്ച ശിലകളായി മാറുകയും ചെയ്യുന്നു. അതാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അവസാദ ശിലകൾ. ഓക്കെ, അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്നവയിൽ വന്ദേ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്ന്? ബന്ധപ്പെടാത്തത്: 1, ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്നറിയപ്പെട്ടു. ഉദ്ഘാടനം ഫെബ്രുവരി 15, 2019 ആദ്യ യാത്ര ഡൽഹിക്കും വാരാണസിക്കും ഇടയിലായിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിലാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്. ഇതിൽ ഏതാണ് നമുക്ക് ബന്ധപ്പെടാത്തതെന്നാണ്? ഇവിടെ ബന്ധപ്പെടാത്തത് എന്ന ഓപ്ഷൻ കൊടുത്താൽ ഉത്തരമായി തന്നിരിക്കുന്നത് ഓൾ ഓഫ് ദി എബവ് എന്നാണ്. കാരണം എല്ലാം എന്നാണ്, ഓൾ ഓഫ് ദി എബവും ബന്ധപ്പെടാത്ത. പക്ഷെ ഇത് എല്ലാം ബന്ധപ്പെടുന്നതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ ട്രെയിൻ 18 എന്ന് അല്ലെങ്കിൽ 18 എന്നാണ് അറിയപ്പെടുന്നത്. കാരണം 2019
ജനുവരി 27-നാണ് ഇത് വന്ദേ ഭാരത് പദ്ധതിയായിട്ട് പുനർനാമകരണം ചെയ്യപ്പെടുന്നത്. അതിനു മുമ്പ് ട്രെയിൻ 18 എന്നറിയപ്പെട്ടു. ഉദ്ഘാടനം ഫെബ്രുവരി 15, 2019 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്, ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഓക്കെ. എന്നാൽ 2021 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തു. ഫ്ലാഗ് ഓഫ് ചെയ്തത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ 2019 ഫെബ്രുവരി 15 ഓക്കെ. അതും ഒന്ന് നോക്കണം. ഈ ഒരു ചോദ്യം ഒന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ബാക്കി ഇന്ത്യൻ റെയിൽവേയുടെ പരിപൂർണ നിയന്ത്രണത്തിൽ തന്നെയാണ് സർവീസുകൾ നടത്തപ്പെടുന്നത്. അതെല്ലാം ശരിയാണ്. ഓക്കെ, ഇതെല്ലാം ശരിയായ ഒന്ന് തന്നെയാണ്. അപ്പൊ ആ ചോദ്യം ഇതിന്റെ ഉത്തരം ഇതിൽ ഓൾ ഓഫ് ദി എബോവ് എന്നാണ്. പക്ഷെ ചോദ്യത്തിന്റെ മാറ്റമാണോ എന്ന് നമുക്ക് നോക്കാം. അടുത്തത് 11ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത്. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണെന്നാണ്. സെപ്റ്റംബർ 16, ഒക്ടോബർ 16, നവംബർ 16, ഡിസംബർ 16. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നതാണ് ഓൺലി 1. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 16. ലോക ഭക്ഷ്യദിനം, ഫുഡ്, വേൾഡ് ഫുഡ് ഡേ എപ്പോഴാണ്? അത് ഒക്ടോബർ 16. ഒക്ടോബർ 16 എന്താണ്? വേൾഡ് ഫുഡ് ഡേ ആണ്. ഇനി നവംബർ 16 ചോദിച്ചാൽ ലോക സഹിഷ്ണുതാ ദിനമാണ്. നവംബർ 16 ലോക സഹിഷ്ണുതാ ദിനമാണ്. ഡിസംബർ 16 വിജയ് ദിവസ് ആണ്. എന്താണ്? വിജയ് ദിവസ്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം, ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം, നവംബർ 16 ലോക സഹിഷ്ണുതാ ദിനം, ഡിസംബർ 16 വിജയ് ദിവസ് എന്നിങ്ങനെ ഓർത്തു വെച്ചേക്കുക. അടുത്തൊരു ചോദ്യം: നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നതിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണോ അത് തിരഞ്ഞെടുക്കുക. 1. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഇത് ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഇതാണ് പ്രസ്താവനകൾ. ഇതിൽ ശരിയായത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി എബവ് എന്നതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് നെൽകൃഷി ബന്ധപ്പെട്ട എല്ലാം ബന്ധപ്പെട്ട പ്രസ്താവന തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓൾ ഓഫ് ദി എബവ്. അതായത് ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ഇതൊരു ഖാരിഫ് വിളയാണ്. ഉയർന്ന താപനിലയും ധാരാളം മഴ ലഭിക്കുന്ന ഭാഗങ്ങളിലും കൃഷി ചെയ്യുന്നു. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ചോളം ചോദിച്ചാൽ ചോളവും ഒരു ഖാരിഫ് വിളയാണ് കേട്ടോ. ചോളം ഒരു ഖാരിഫ് വിളയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതായത് ഉഷ്ണകാലത്തും ശൈത്യകാലങ്ങളിലും ചോളം കൃഷി ചെയ്യപ്പെടുന്നു. ഇതിന്റെ കൂടെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനുള്ളതാണ്. അടുത്തത് 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 5ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നതാണ്. പ്രസ്താവന 1: 1974, 1978 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രസ്താവന 2: ഗരീബി ഹഠാവോ പരിപാടി നടപ്പിലാക്കി. പ്രസ്താവന 3: ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഇതിൽ ഓപ്ഷൻ എ പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല. പ്രസ്താവന 1, 3 ശരിയാണ്, 2 ശരിയല്ല. പ്രസ്താവന 2, 3 ശരിയാണ്, 1 ശരിയല്ല. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണെന്നാണ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണെന്നാണ്. ഇതിൽ 5ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. 1974, 78 വരെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 5ാം പഞ്ചവത്സര ശരിയാണ്. ഗരീബി ഹഠാവോ നടപ്പിലാക്കി. ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിച്ചു. ഇത് 3ഉം എന്താണ്? ഈ ഒരു 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്ന ഒരു പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയെന്ന് മനസ്സിലാക്കുക. ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, അതുപോലെ 20 ദിന പരിപാടി നടപ്പിലാക്കിയതും ഈ ഒരു സമയത്താണ്. 20 ദിന പരിപാടി 1975 തന്നെയാണ് 20 ദിന പരിപാടി. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ദിരാഗാന്ധിയാണ് ഈ ഒരു 20 ദിന പരിപാടി നടപ്പിലാക്കിയത്. അതുപോലെ 1975 വൈദ്യുത വിതരണ നിയമം നടപ്പിലാക്കിയതും 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വൈദ്യുത വിതരണ നിയമം നടപ്പിലാക്കി. നടപ്പിലാക്കിയത് ഈ 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ ഇന്ത്യൻ ദേശീയപാത സംവിധാനം നമ്മൾ പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം ആരംഭിക്കുന്നതും ഈ ഒരു പദ്ധതിയുടെ കാലത്താണ്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിൻവലിക്കപ്പെട്ട ഏക പഞ്ചവത്സര പദ്ധതിയും 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ്? കാലാവധി പൂർത്തിയാവുന്നതിന് മുന്നേ, കാലാവധി പൂർത്തിയാക്കിയിട്ടില്ല. ഓക്കെ, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുന്നേ പിൻവലിക്കപ്പെട്ട ഒരു പഞ്ചവത്സര പദ്ധതി കൂടിയാണ്
ഈ 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. കാരണം ഇതിനു ശേഷം നമുക്കറിയാം ഈ ഒരു സമയത്താണ് എന്താണ് അടിയന്തരാവസ്ഥ വരുന്നത്. അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഇതൊക്കെ എന്താണ് നിന്നുപോയി. അതിനുശേഷം ഇന്ദിരാഗാന്ധിക്ക് ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ ഈ ഭരണം നഷ്ടപ്പെട്ട ശേഷം അധികാരത്തിൽ വരുന്ന ആരാണ് നമുക്കറിയാം, മൊറാർജി ദേശായി ആയിരുന്നു. മൊറാർജി ദേശായി അധികാരത്തിൽ വന്നതോടെ ജനതാ ഗവൺമെന്റ് ആണ് ഈ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേക്ക് എത്തിയത്. ജനതാ ഗവൺമെന്റ് ഈ ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്തു, 1978 ഈ പഞ്ചവത്സര പദ്ധതി അങ്ങ് അവസാനിപ്പിച്ചു. പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഈ 5ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. അടുത്തത് മറ്റൊരു ചോദ്യമാണ് 14ാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. കാരണം എല്ലാ പരീക്ഷകളിലും, ഈ അടുത്തു വരുന്ന എല്ലാ പരീക്ഷകളിലും നമുക്ക് ഈ ഒരു 1991 സാമ്പത്തിക പരിഷ്കരണം കാണാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോ ഡിഗ്രി ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, 10th ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, ഇനി +2 ലെവൽ പരീക്ഷ ആയിക്കോട്ടെ, എല്ലാ പരീക്ഷകളിലെ ചോദ്യ പേപ്പറിലും നമ്മൾ കാണുന്ന ഒന്നാണ് ഈ സാമ്പത്തിക പരിഷ്കരണം. 1991 സാമ്പത്തിക പരിഷ്കരണം കൃത്യമായിട്ട് തന്നെ പഠിക്കുക. SCRT-യിലും NCERT-യിലും ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് 1991 സാമ്പത്തിക പരിഷ്കരണം. അതുകൊണ്ട് നോക്കുക. ചോദ്യം ഇങ്ങനെയാണ്, 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമാണ് എന്നതാണ്. പ്രസ്താവന 1 ഇങ്ങനെയാണ്, ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തരംതിരിക്കാം. പ്രസ്താവന 2, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. പ്രസ്താവന 3, ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസിംഗ് സമ്പ്രദായം അവസാനിപ്പിച്ചു. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ്. ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്, 3 ശരിയല്ല എന്നാണ്. അതായത് 3 ശരിയല്ല, പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അതായത് സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായത് ഈ നയങ്ങളെ സ്ഥിരീകരണ നടപടികൾ, ഘടനാപരമായ പരിഷ്കരണ നടപടികൾ എന്നിങ്ങനെ 2 ഗ്രൂപ്പുകളായി തിരിക്കാം. രണ്ടാമത്തത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളാണ് സ്ഥിരീകരണ നടപടികൾ. അപ്പൊ മൂന്നാമത്തത് തെറ്റാണ്. ഉദാരീകരണത്തിന്റെ ഭാഗമായി എല്ലാത്തരം വ്യവസായങ്ങളുടെയും ലൈസൻസ് സമ്പ്രദായം അവസാനിപ്പിച്ചു. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ 8ാം പദ്ധതിയാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കരണം നടപ്പിലാക്കിയത്. അതായത് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കാനും തടസ്സങ്ങൾ നീക്കി കൂടുതൽ വ്യവസായിക വളർച്ച സൃഷ്ടിക്കുന്നതിനുമാണ് ഇത്തരത്തിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് മനസ്സിലാക്കുക. ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ഘടനാപരമായ പരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിങ്ങനെ. ഓക്കെ, ഈ 3 എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ്. താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത്: ബാങ്കുകളുടെ ബാങ്ക് RBI, വാണിജ്യ ബാങ്ക് SBI, പുതുതലമുറ ബാങ്ക് ICICI, സഹകരണ ബാങ്ക് LIC. ഇതിലേതാണ് ശരിയല്ലാത്തത്? നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. സഹകരണ ബാങ്ക് LIC എന്നതാണ് ശരിയല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി ബാങ്ക് ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്ക് HDFC ആണ്. അതുപോലെ ആദ്യമായി ഇന്ത്യയിൽ ATM സ്ഥാപിച്ചത് HSBC. കേരളത്തിലെ ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നാണ് ഇസാഫ് അറിയപ്പെടുന്നത്, ഇസാഫ്. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം ശരിയാണ്. ബാങ്കുകളുടെ ബാങ്ക് RBI ആണ്, വാണിജ്യ ബാങ്ക് SBI ആണ്, പുതുതലമുറ ബാങ്കാണ് ICICI. ഓക്കെ, സഹകരണ ബാങ്ക് LIC അല്ല എന്ന് നമുക്കറിയാം. ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ലിസ്റ്റ് 1 നൽകിയിരിക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ലിസ്റ്റ് 2 ഏതു വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം എഴുതുക. ഇത് നമ്മുടെ SCRT-യിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു ഇതിൽ തന്നെ ലിസ്റ്റ്, ഇത് നമ്മുടെ എന്താണ് ഒരു ബോക്സിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ വരുന്ന ഒരു ഏരിയയാണ് ഇതെന്ന് പറയുന്നത്. ലിസ്റ്റ് 1 ഗതാഗതം, മത്സ്യബന്ധനം, നിർമ്മാണം എന്നിവയും ലിസ്റ്റ് 2 പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരി ഉത്തരമാണ് എഴുതേണ്ടത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1A, 2B, 3C. അതായത് ഗതാഗതം എന്ന് പറയുന്നത് 1ാമത്തെ ഓപ്ഷനിൽ പ്രാഥമിക മേഖല, മത്സ്യബന്ധനം ദ്വിതീയ മേഖല, നിർമ്മാണം തൃതീയ മേഖല എന്ന് പറയുന്നു. 2ാമത്തെ ഓപ്ഷനിലേക്ക് ബിയിലെത്തുമ്പോൾ ഗതാഗതം എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയിലും, അതുപോലെ തന്നെ മത്സ്യബന്ധനം പ്രാഥമിക മേഖലയിലും, നിർമ്മാണം തൃതീയ മേഖലയിലും എന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ ഗതാഗതം തൃതീയ മേഖലയും, അതുപോലെ മത്സ്യബന്ധനം പ്രാഥമിക മേഖലയും,
നിർമ്മാണം ദ്വിതീയ മേഖലയും എന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് ഗതാഗതം പ്രാഥമിക മേഖല, അതുപോലെ മത്സ്യബന്ധനം നമ്മുടെ തൃതീയ മേഖല, അതുപോലെ നിർമ്മാണം ദ്വിതീയ മേഖല എന്നിങ്ങനെ പറയുന്നു. ഇത് ഏതാണ് ശരിയായ രീതിയിൽ എന്നാണ് നമ്മുടെ ഉത്തരം. ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സി ആണ്. അതായത് ഗതാഗതം എന്ന് പറയുന്നത് തൃതീയ മേഖലയിലും മത്സ്യബന്ധനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലും നിർമ്മാണം എന്നത് ദ്വിതീയ മേഖലയിലും പെടുന്ന ഒന്നാണ്. നമുക്ക് ആ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം, പ്രാഥമിക മേഖല എന്ന് പറയുന്ന ഒരു ഏരിയ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്താണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. ഒന്നാമത് അതാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. അതിൽ തന്നെ വനപരിപാലനമെന്നും മത്സ്യബന്ധനമെന്നും ഖനനമെന്നും കൃത്യമായി പറയുന്നുണ്ട്. വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം ആ SCERTയുടെ ബോക്സിൽ കൃത്യമായിട്ട് പറയുന്നതാണ്. അത് പഠിച്ചാൽ തന്നെ നമുക്കിവിടെ, കാരണം മത്സ്യബന്ധനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണെന്ന് കിട്ടും. മത്സ്യബന്ധനം പ്രാഥമിക മേഖല അങ്ങനെ വരുമ്പോൾ തന്നെ 2A എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 2A എന്ന് പറയുന്ന ഓപ്ഷൻ സിയും ബിയും മാത്രമാണ്. അപ്പോൾ എന്താണ് നമുക്ക് എയും ഡിയും കട്ട് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും. പിന്നെ ദ്വിതീയ മേഖലയിലേക്ക് വരുമ്പോൾ വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, കെട്ടിട നിർമ്മാണം. വ്യവസായം, വൈദ്യുതി, ഗ്യാസ്, ജലവിതരണം, കെട്ടിട നിർമ്മാണം. ഇപ്പൊ നിർമ്മാണം എന്നത് എവിടത്തേക്ക് എത്തി? ദ്വിതീയ മേഖലയിലെത്തി. അപ്പൊ നമുക്ക് നിർമ്മാണം എന്നത് ദ്വിതീയ മേഖല എന്നും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ഉത്തരമായിട്ട് സി കിട്ടും. ഓക്കെ. ഇനി തൃതീയ മേഖലയിൽ വരുന്ന എന്താണ്? വ്യാപാരം, ഹോട്ടല്, ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിങ്, ബിസിനസ് എന്നിവ തൃതീയ മേഖലയിലാണ് വരുന്നത്. വ്യാപാരം, ഹോട്ടൽ, ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിങ്, ബിസിനസ് തൃതീയ മേഖല. ഓക്കെ. ഈ ഒരു 3 കാര്യങ്ങൾ, അതായത് പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഇനിയും നമ്മുടെ പരീക്ഷകളിൽ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഭാഗമെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് 17ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: അലോഹ ധാതുക്കളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? എ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹ ധാതുക്കളാണ്. ബി. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. സി. അലോഹ ധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ഡി. അലോഹ ധാതുക്കളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപാദനമാണ്. ഓക്കെ. ഇതിലേതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് കൃത്യമായി ചോദ്യം നോക്കുക. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഏതാണ് ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന? സി ആണ് ശരിയല്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. അലോഹ ധാതുക്കൾ പ്രധാനമായും കാണപ്പെടുന്നത് ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. എന്താണ് അത്? ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഓക്കെ. ഈ ധാതു ഇന്ധനങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ധാതു ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പ്രധാന ആണവ ധാതുക്കൾ ഏതാണ്? യുറേനിയവും തോറിയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൽക്കരി അത് ബിറ്റുമിൻ ആണ് എന്നുകൂടെ പഠിച്ചു വെക്കുക. അപ്പൊ ഇതൊക്കെ അലോഹ ധാതുക്കളെ സംബന്ധിച്ച് ശരിയാണ്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ അലോഹ ധാതുക്കളാണ്. ഇന്ത്യയിൽ മൈക്കയുടെ ശേഖരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അലോഹ ധാതുക്കളുടെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ടത് മൈക്കയുടെ ഉൽപാദനമാണ്. ഇതെല്ലാം അലോഹ ധാതുക്കളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകളാണ്. അടുത്തത് നീതി ആയോഗിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തി എഴുതുക എന്നാണ്. അപ്പൊ നീതി ആയോഗം നമ്മുടെ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നീതി ആയോഗിനെ കുറിച്ചുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നോക്കുക, പ്രസ്താവനകൾ കാണാം. ശരിയല്ലാത്തതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. 2015 ജനുവരി മാസം 1-ാം തീയതി രൂപീകൃതമായി. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ ഒരു പ്രധാന ഉദ്ദേശ്യമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണ സംവിധാനങ്ങളിലൂടെ സഹകരണം, ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. ഇതിൽ ശരിയല്ലാത്തത് ഏതാണ് എന്നാണ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. കാരണം ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല എന്ന് മനസ്സിലാക്കുക. കാരണം ഇതെന്താണ്? ഇതൊരു ഉപദേശക സമിതിയാണ്. നമുക്കറിയാം നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഉപദേശക സമിതിയാണ്. ഉപദേശക സമിതിയാണ്. ഇത് ഒരു കാരണവശാലും എന്തല്ല, ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. അത് നമുക്ക് എന്താണ് ഒറ്റ നോട്ടത്തിൽ തന്നെ വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പൊ ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. 2015 ജനുവരി 1-ാം തീയതിയാണ് രൂപീകൃതമായത്. ഗ്രാമീണ തലം മുതൽ വിശ്വാസയോഗ്യമായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുക എന്നത് നീതി ആയോഗിന്റെ പ്രധാന ഉദ്ദേശ്യമാണ്. സംസ്ഥാനങ്ങളുമായുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക എന്നത് മറ്റൊരു ഉദ്ദേശമാണ്. ഓക്കെ. ഇൻഡിപെൻഡന്റ് ഇവല്യൂഷൻ ഓഫീസ് DG അജയ് ചിബാറിന്റെ, ആരാണ്? അജയ് ചിബാറിന്റെ ശുപാർശ പ്രകാരമാണ്
ആസൂത്രണ കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നിരിക്കുന്നത്. അധ്യക്ഷൻ ചോദിച്ചാൽ ആരാണ്? പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ എന്ന് മനസ്സിലാക്കുക. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഉപദേശക സമിതിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നീതി ആയോഗ്. അടുത്ത ഒരു ചോദ്യം, 19ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാണ്? ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യത്തെ 3 സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏത്? 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരമാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ്. അതായത് 1 പശ്ചിമ ബംഗാൾ, 2 ഉത്തർപ്രദേശ്, 3 പഞ്ചാബ് എന്നിങ്ങനെയാണ് അരി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, പഞ്ചാബ്. ഓക്കെ, ഇനി ഗോതമ്പിന്റെ ഉൽപാദനത്തിലാണ് മുന്നിൽ നിൽക്കുന്നത്. ഗോതമ്പാണെങ്കിൽ ഏതാണ്? അത് ഉത്തർപ്രദേശ് ഉണ്ട്, പിന്നെ മധ്യപ്രദേശ്, അതുപോലെ പഞ്ചാബ്. ഗോതമ്പിന്റെ കാര്യത്തിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. ചോളമാണെങ്കിൽ ചോളത്തിൽ മുന്നിൽ നിൽക്കുന്നത് കർണാടക, അതുപോലെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിങ്ങനെയാണ്. ചോളത്തിൽ കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ഇനി കപ്പലണ്ടി ആണെങ്കിൽ അത് ഗുജറാത്ത് ഉണ്ട്. കപ്പലണ്ടി ഗുജറാത്ത് വരുന്നുണ്ട്, രാജസ്ഥാൻ വരുന്നുണ്ട്, അതുപോലെ തമിഴ്നാടും വരുന്നു. ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട് കപ്പലണ്ടി. ഇനി കരിമ്പ് ഉൽപാദനം നോക്കിയാൽ കരിമ്പാണെങ്കിലോ കരിമ്പ് ഉൽപാദനത്തിൽ ഉത്തർപ്രദേശ് ഉണ്ട്, അതുപോലെ മഹാരാഷ്ട്ര, പിന്നെ കർണാടക. ഇങ്ങനെയാണ് കരിമ്പിന്റെ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക. ഇതാണ് കരിമ്പ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അരി ഉൽപാദനത്തിൽ മുന്നിൽ പശ്ചിമ ബംഗാള്, ഉത്തർപ്രദേശ്, അതുപോലെ പഞ്ചാബ്. ഗോതമ്പാണെങ്കിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്. ചോളം കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. കപ്പലണ്ടി ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട്. കരിമ്പാണെങ്കിൽ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക എന്നിങ്ങനെയാണ് എന്ന് അവിടെ നോട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊന്ന് 20ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വം ഉറപ്പുവരുത്തുന്നത്? ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് പൗരന്മാർക്ക് അവസര സമത്വമാണ്? അവസര സമത്വം ഏതാണ്? നമുക്കറിയാം, ആർട്ടിക്കിൾ 16 അവസര സമത്വത്തെ കുറിച്ച് പറയുന്നത്. അതായത് പൊതു നിയമനങ്ങളിലാണ്, അതായത് സർക്കാർ ജോലികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി, പൊതു നിയമനങ്ങളിൽ എല്ലാ പൗരന്മാർക്കും ഭരണഘടന എന്തു നൽകുന്നു? അവസര സമത്വം ഉറപ്പു നൽകുന്നുണ്ട്. അതായത് ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ, ഒന്നുകൂടെ പറയാം, ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല എന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്. 21ാമത്തെ ചോദ്യം. ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്? അത് ഓപ്ഷൻ എ, ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യ റഫേൽ യുദ്ധവിമാനം വാങ്ങിയത്. ഓക്കെ, നമുക്ക് ഈ റഫേൽ യുദ്ധവിമാനം പറത്തിയ ഒരു മലയാളി വിംഗ് കമാൻഡർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് വിവേക് വിക്രം എന്നാണ്. എന്താണ്? വിവേക് വിക്രം. അതായത് 36 റഫേൽ വിമാനങ്ങളാണ് ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. റഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ചേർത്തത് അംബാല എയർഫോഴ്സ് സ്റ്റേഷനിലാണ്. അംബാല എയർഫോഴ്സ് സ്റ്റേഷനിലാണ് എന്ന് മനസ്സിലാക്കുക. ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫ്രാൻസിലെ കമ്പനി ചോദിച്ചാൽ അതേതാണ്? ഡസ്റ്റാൾട്ട് ഏവിയേഷൻ ആണ്. ഏതാണ്? ഡസ്റ്റാൾട്ട് ഏവിയേഷൻ ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പോ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫ്രാൻസ് കമ്പനിയാണ് ഡസ്റ്റാൾട്ട് ഏവിയേഷൻ എന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കി വരുന്നത്. നമ്മൾ ഇന്നത്തോടെ ഒരു 21 ചോദ്യങ്ങളും അതിന്റെ ഏറ്റവും കുറച്ച് എന്നല്ല, കുറച്ച് നല്ല രീതിയിൽ തന്നെയുള്ള അതിന്റെ എക്സ്പ്ലനേഷനും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇതൊക്കെ വീണ്ടും നമ്മുടെ പരീക്ഷയിൽ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ചോദ്യങ്ങൾ തന്നെയാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അടുത്ത 22 മുതൽ വാക്കുകൾ നമ്മൾ അടുത്തൊരു പാർട്ടിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ഈ ഒരു ഓഡിയോ ക്ലാസ് കൃത്യമായി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുമായി മുന്നോട്ട് വരാനുള്ള ആ ഒരു ഇത് കൂടും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ബൈ.